إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഗ്രഹിച്ചിട്ടുള്ള അവൻ്റെ റഹ്മത്ത് ചൊരിയപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകൾ എന്നുള്ളത് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത രൂപത്തിൽ വിശാലമാണ്. അല്ലാഹു ഭൂമിയിലേക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്നുള്ളത് പല സന്ദർഭങ്ങളിലും അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ മറന്നു പോകുന്ന ആളുകളായി മനുഷ്യൻ മാറാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, അല്ലാഹു നൽകിയിട്ടുള്ള നമ്മുടെ അധികാരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നമ്മുടെ മനോഹരമായ കുടുംബം, അല്ലാഹു നൽകുന്ന അന്നം, റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന വെള്ളം, വായു, ഇങ്ങനെ എണ്ണി 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 പോവുകയാണെങ്കിൽ കണക്കില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ വിശാലമായി അനുഗ്രഹങ്ങളെ, റഹ്മത്തിനെ ചൊരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. റഹ്മത്തി വസിഅതു കുല്ല ഷൈ. എൻ്റെ റഹ്മത്ത് എൻ്റെ അടിമകളിൽ അത് വിശാലമായി ഭൂമിയിൽ അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു നമുക്ക് വിശദീകരിക്കുന്നത് കാണാം. ഈ നിഅമത്തുകളെയൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നും റഹ്മാനായ റബ്ബ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹു നമ്മളോട് പകരം ചോദിച്ച കാര്യം എന്താണ്? അന്നം നൽകി, വായു നൽകി, വെള്ളം നൽകി, ഇതെല്ലാം നൽകിയിട്ട് റഹ്മാനായ റബ്ബ് നമ്മളോട് പകരം ചോദിച്ച കാര്യം ആ റബ്ബിനെ സ്മരിക്കുന്ന, ആ റബ്ബിനെ ഓർക്കുന്ന, അവന് ഇബാദത്ത് ചെയ്യുന്ന ആളുകളായി മാറണം എന്നുള്ള കൽപ്പനയാണ് പടച്ച റബ്ബ് അടിമകളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ എന്നെ അനുസരിച്ചൊരു മുസ്ലിമായി ജീവിക്കണം എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനം. അതോടൊപ്പം അല്ലാഹുവിനെ ധാരാളം സ്മരിക്കുന്ന, ധാരാളം ഓർക്കുന്ന ആളുകളായി മാറാൻ, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്ന മുവഹിദിന്റെ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടൊരു വ്യക്തിയായി ജീവിതത്തെ ക്രമീകരിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അവിടെയാണ് എന്ത് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അതിനെ തരണം ചെയ്യാൻ ഒരു മനുഷ്യന് സാധിക്കണമെങ്കിൽ നിർഭയത്വമുള്ളൊരു അഖീദ, നിർഭയത്വമുള്ളൊരു വിശ്വാസം അവൻ്റെ കരങ്ങളിൽ ഉണ്ടാവണം. എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്ന അചഞ്ചലമായ വിശ്വാസത്തോടു കൂടി ചലിക്കാൻ നമുക്ക് കഴിയണം. അതിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിനെ നെഞ്ചിലേറ്റാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് നാവുകൊണ്ട് മാത്രം ഉരുവിടാനുള്ളതല്ല, ആ നാവുകൊണ്ട് മാത്രം ഉരുവിട്ട് തീർക്കാനുള്ളതല്ല ലാ ഇലാഹ ഇല്ലല്ലാ. മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഊർജമായി ശരീരത്തിലേക്ക് നമ്മുടെ കൽബിൽ അലിഞ്ഞു ചേർന്ന ഒന്നായി മാറണം യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ മുവഹിദുകളായി, മുഅ്മിനീങ്ങളായി മാറുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം.
അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടതും അതാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം എന്നുള്ളതാണ്. വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. പക്ഷേ അടിമകൾ നേരെ തിരിച്ചു. പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും ഒക്കെ റബ്ബല്ലാത്ത വ്യക്തികൾക്കും റബ്ബല്ലാത്ത ശക്തികൾക്കും റബ്ബല്ലാത്ത വസ്തുക്കൾക്കും കെട്ടി ഉയർത്തിയ ജാറത്തിങ്കലും അതേപോലെ തന്നെ നേർച്ചയിലൂടെയും വഴിപാടുകളിലൂടെയും ഒക്കെ റബ്ബല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നിടത്തേക്ക് മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ വരെ എത്തിപ്പെട്ടു എന്നുള്ളത് സങ്കടകരമാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആ റഹ്മാനായ റബ്ബ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുകയും അതോടൊപ്പം സദാസമയവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്റുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകളായി മാറാൻ റഹ്മാനായ റബ്ബ് നമ്മളോട് കൽപ്പിക്കുന്നത് നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് കാണാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം കേട്ടോ. ഇദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി അനുസരിക്കുകയും ആ റബ്ബിനെ അനുസ്മരിക്കുകയും ചെയ്യുന്ന, ധാരാളം ഓർക്കുകയും ചെയ്യുന്ന ആളുകളായി മാറുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. എന്നിട്ട് റബ്ബ് പറഞ്ഞു, വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, രാവിലെയും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നവരായി നിങ്ങൾ മാറണേ. രാവിലെയും വൈകുന്നേരം അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ വേണ്ടി റബ്ബ് കൽപ്പിക്കാൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മുസ്ലിം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്ന സമയം വരെ ദിക്റുകൾ കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കേണ്ടവനാണ് ഒരു മുഅ്മിൻ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവിടുന്ന് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ദിക്റുകളാണ്, ദുആകളാണ്. ആ സുബഹിന്റെ നേരത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള ദുആകളുണ്ട്. സഹോദരങ്ങൾ, അത് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സന്ദർഭത്തിൽ പഠിപ്പിച്ചു തന്ന ദുആകൾ മാത്രമല്ല, വൈകുന്നേരമായി കഴിയുമ്പോഴും ദുആകൾ വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹു പറഞ്ഞത്, വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ദുആഇനെ, ദിക്റിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ സഹോദരങ്ങളെ, സൂറത്തുൽ അഹ്സാബിന്റെ 41-42 വചനങ്ങൾ. അതേപോലെ അള്ളാഹു പറഞ്ഞത് സൂറത്തുർ റൂമിന്റെ 17-ാമത്തെ വചനം. അള്ളാഹു പഠിപ്പിച്ച കാര്യം, സുബ്ഹാനല്ലാഹ് ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ, ആകയാൽ നിങ്ങൾ സന്ധ്യാവേളയിലും പ്രഭാതത്തിന്റെ സമയത്തും നിങ്ങൾ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുക, അള്ളാഹുവിനെ നിങ്ങൾ ധാരാളം പ്രകീർത്തിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നുള്ള ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയ സഹോദരങ്ങളെ, നിത്യേന നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദിക്റുകൾ പോലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിൽ തുടച്ചു മാറ്റപ്പെട്ടു. ദിക്റുകൾ നമ്മുടെ ഓർമ്മകളിൽ തന്നെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ച കാര്യം അതാണ്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ദിക്റുകളിൽ മുഴുകിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്താ, എന്ത് മെച്ചമാണ് നിങ്ങൾക്കുണ്ടാവുക? അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല, മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ അമല ബിൻ ആദം അമലൻ അൻജാലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മാ അമല ബിൻ ആദം, ആദമിന്റെ പുത്രൻ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് തനിക്ക് സുരക്ഷിതത്വം കിട്ടുന്ന ഒരു ഇബാദത്തും ചെയ്യുന്നില്ല. ഏതാ ചെയ്യുന്ന ഇബാദത്ത്? ഏറ്റവും വലിയ ഇബാദത്ത് ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, മാ അമല ബിൻ ആദം അമലൻ അൻജാലഹു, അല്ലാഹുവിനെ ഓർക്കുന്ന
റബ്ബിനെ സ്മരിക്കുന്നതിനേക്കാൾ വലിയൊരു ഇബാദത്ത് അദാബില്ലാഹി മിൻ ദിക്രില്ലാ, അള്ളാഹുവിന്റെ അദാബുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ പറ്റുന്ന അമലുകൾ എന്ന് പറയുന്നത് ദിക്റുള്ളയാണ്. നിസ്കാരം നമ്മൾ നിലനിർത്തുന്നതോടൊപ്പം നിസ്കാരം കഴിഞ്ഞാലുള്ള ഒരുപാട് അദ്കാറുകൾ, ദിക്റുകൾ, ദുആകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുണ്ട്. അതിൽ ശ്രദ്ധ പാലിക്കണം. നിസ്കാരം കഴിഞ്ഞേക്കിന് ഫോണിൽ ഇങ്ങനെ സമയം ചെലവിടുന്ന ആളുകളായി പലപ്പോഴും നമ്മൾ മാറണമെന്ന റസൂലുള്ളാഹി പറഞ്ഞ് മാറി ചിന്തിക്കണം എന്നാ പഠിപ്പിച്ചത്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കൂട്ടുപ്രാർത്ഥനയായി നടത്തുന്ന ഒരുപാട് പള്ളികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു ശൈലിയാണ് കൂട്ടുദുആ, കൂട്ടുപ്രാർത്ഥന. അതേതാ? ഇമാമ് നിസ്കാരം കഴിഞ്ഞിട്ട് മഅമൂമിന്റെ നേരെ തിരിഞ്ഞിരുന്ന്, അല്ലെങ്കിൽ വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ഇമാമ് ദുആ ചെയ്യുകയും മറ്റുള്ളവർ ആമീൻ പറയുകയും ചെയ്യുന്ന ശൈലി അള്ളാഹുവിന്റെ റസൂലോ സഹാബികളോ താബീങ്ങളോ തബോ താബീങ്ങളുടെ ജീവിതത്തിലോ ചരിത്രത്തിൽ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത് ബിദ്അത്താണ്. നേരെ മറിച്ച് ഓരോ മുസ്ലിമും അവനവന്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകൾ സഹോദരങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് നോക്കൂ നിങ്ങൾ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് നിസ്കാരത്തിന്റെ ശേഷമുള്ള അദ്കാറുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആത്മാർത്ഥമായി ഇരുന്ന് ദിക്റ് ചൊല്ലാൻ എത്ര നിസ്കാരത്തിൽ ഒരു ദിവസം ഒരു സുബഹിന്റെ നേരത്തെങ്കിലും നമുക്ക് കഴിയാറുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം സഹോദരങ്ങളെ. ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര കണ്ട് അദ്കാറുകൾ വർദ്ധിപ്പിക്കാറുണ്ട്, ദിക്റുകളെ വർദ്ധിപ്പിക്കാറുണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെയുള്ള ദിക്റുകൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം അള്ളാഹുവിന്റെ നരകത്തിന്റെ അദാബുകളിൽ നിന്ന് ആ ദിക്റുകൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. രണ്ടാമത്തെ വിഷയം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദിക്റുകൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം. റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിതി. ഹദീസ് കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു. അല്ലാഹുവിനെ ധാരാളം ദിക്ർ ചെയ്യുന്നവന്റെയും അല്ലാഹുവിനെ ധാരാളം സ്മരിക്കാത്തവന്റെയും ഉപമ അതേതുപോലെയാണ് മസലുൽ ഹയ്യി വൽ മയ്യിതി. ജീവിച്ചിരിക്കുന്നവനെയും ഹയാത്തുള്ളവനെ പോലെ അല്ലെങ്കിൽ അതേപോലെ മരിച്ചവനെ പോലെയുമാണ്. അള്ളാഹിനെ ധാരാളം ഓർക്കുന്ന ആളുകൾ ഹയാത്തുള്ളവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഖൽബ് എന്നും ഒരു വിശാലത ഉണ്ടാവും, ഹൃദയത്തിന്റെ ഉള്ളിൽ എന്നും ഒരു സമാധാനവും സംതൃപ്തിയും ഉണ്ടാകും. അതുകൊണ്ട് അദ്കാറുകളിൽ ധാരാളം ദിക്റുകൾ സഹോദരങ്ങളെ വർദ്ധിപ്പിക്കണം. ദിക്ർ ചെയ്യാത്തവന്റെ ഉപമ പറഞ്ഞത് വൽ മയ്യിത്ത്, മരിച്ച പോലെയാണെന്നാ. ഖൽബ് മരണപ്പെട്ട പോലെ ഒന്നും ഉണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങളും കുടുസതകളായി അത് ഏറ്റിങ്ങനെ നടക്കുന്ന, ഭാരങ്ങൾ ചുമന്ന് നടക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുകയാണ്. ജീവിതത്തിൽ ഒരു ബർക്കത്ത് കിട്ടാൻ, ജീവിതത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ സമ്പാദ്യങ്ങളിലൊക്കെ റഹ്മത്തും ബർക്കത്തും ലഭിക്കാൻ, സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു ഹയാത്ത് ഉണ്ടാവാൻ, നമ്മുടെ ജീവിതത്തിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. മൂന്നാമത്തെ ഹദീസ് നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നമുക്ക് കാണാം, റബ്ബിനെ ഓർക്കുന്ന ആളുകൾക്കുള്ള നേട്ടം, അള്ളാഹിനെ സ്മരിക്കുന്നവർക്കുള്ള നേട്ടം എന്താ? വല്ലാതെ ഉറക്കം വരുന്നുണ്ടോ? അള്ളാഹിനെ സ്മരിക്കുന്നവർക്കുള്ള നേട്ടം എന്താ? റബ്ബിനെ ഓർക്കുന്നവർക്കുള്ള നേട്ടം സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നിങ്ങളെ ഓർക്കും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, വദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർത്താൽ അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. വദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർത്താൽ അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണേ. വലാ തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കരുത് കേട്ടോ. പടച്ചോൻ പറഞ്ഞ വാക്ക, എന്നെ നിങ്ങൾ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണകളിലൂടെ, അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളായി ജീവിക്കാൻ റബ്ബ് നമ്മളെ കൽപ്പിക്കുകയാണ്. എങ്കിൽ അള്ളാഹു നമ്മളെ ഓർക്കും, അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളിൽ ഉണ്ടാകും. റബ്ബ് നമ്മളെ
റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പരിഗണിക്കും. ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, യഖൂലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അന മഅ അബ്ദി മാ ദക്കറനി വതഹറകതനി ശഫതാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന ഹദീസ്, എൻ്റെ അടിമ എന്നെ സ്മരിക്കാൻ വേണ്ടി നാവുകൾ ചലിപ്പിക്കുന്ന കാലത്തോളം, ദിക്ർ ചൊല്ലാൻ വേണ്ടി ഒരു അടിമ നാവുകൾ ചലിപ്പിക്കുന്ന കാലത്തോളം ഞാൻ അവൻ്റെ കൂടെയുണ്ടാവുമെന്ന് അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം, ഖുദ്സിയായ ഹദീസിലൂടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അദ്കാറുകൾ, ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അല്ലദീന ആമനു വദ്ദാകിരീന വദ്ദാകിറാത്ത്, ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുന്ന, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, ആണിനെയും പെണ്ണിനെയും കുറിച്ച് റബ്ബ് പറയാം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിശ്വാസിനികളായ ഒരു പെണ്ണിന്റെ ഗുണം പറഞ്ഞെടുത്ത്, വിശ്വാസിയായ ഒരു പുരുഷന്റെ ഗുണങ്ങൾ പറഞ്ഞെടുത്ത് അള്ളാഹു പറയാണ്, വദ്ദാകിരീന അല്ലാഹ്, അവർ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്നവരാണ്. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, ധാരാളം ഓർക്കുന്ന ആണും പെണ്ണും. അവർക്കുള്ള പ്രത്യേകത എന്താ? അങ്ങനെ ധാരാളം ഓർക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുന്നവർക്കുള്ള നേട്ടം അല്ലാഹു പറഞ്ഞു, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അളീം. അഅദ്ദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു, അള്ളാഹു അവർക്ക് നൽകുന്നു. എന്താ നൽകുന്നത്? മഗ്ഫിറത്തൻ, പാപമോചനം നൽകും. ജീവിതത്തിൽ പാപങ്ങൾ ഒരുപാട് നമുക്ക് സംഭവിക്കും. സംഭവിച്ച പാപങ്ങളൊക്കെ അല്ലാഹു ഈ ദിക്റുകളിലൂടെ, ദുആകളിലൂടെ അല്ലാഹു പുറത്തു തരും. അജ്റൻ അളീം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ അവർക്കുള്ള നേട്ടത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകളെ അയാൾക്ക് നൽകുകയും അയാളുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ, അല്ലാഹുവിലേക്ക് നിങ്ങൾ നടന്നെടുത്താൽ അല്ലാഹു നിങ്ങളിലേക്ക് ഓടിയെടുക്കും. ഹദീസിന്റെ പരാമർശം. അത്രത്തോളം ദിക്റുകൾ വർദ്ധിപ്പിക്കും തോറും പടച്ചറപ്പ് നമ്മളിലേക്ക്, നമ്മളുമായി അല്ലാഹുവിന്റെ സഹായങ്ങൾ, അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മളിൽ അധികരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, ഹൻദല റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ്. റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഹൻദല റളിയല്ലാഹു അൻഹു കയറി വന്ന ചരിത്രമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. രണ്ടാമതൊരു ഓർമ്മക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഇത്തരം കാര്യങ്ങളെ ഒന്നുകൂടി അയവിറക്കാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു ചരിത്രം എന്ന നിലയ്ക്ക് നമ്മൾ വീണ്ടും കേൾക്കുകയാണ്. ഹൻദല റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാ, നാഫക ഹൻദല, ഹൻദല മുനാഫിക്കായിരിക്കുന്നു. നാഫക ഹൻദല, ഹൻദല മുനാഫിക്കായിരിക്കുന്നു. എന്തേ കാരണം? ഹൻദല മുനാഫിക്കായി എന്ന് തന്നെ ഹൻദല തന്നെ പറയാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൻദല നീ മുനാഫിക്കായി എന്ന് നീ തന്നെ പറയാൻ കാരണം എന്താണ് ഹൻദല? ഹൻദല റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹിന്റെ ദീനിന്റെ സദസ്സിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഈമാനുള്ള പോലെ തോന്നും. പള്ളിയിൽ ഞാൻ വന്നിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഈമാനാണ്. പള്ളിയിൽ നിന്ന് ഞാൻ പുറത്തേക്കിറങ്ങി എൻ്റെ കച്ചവടത്തിലും എൻ്റെ ഇടപാടിലേക്കൊക്കെ ഞാനോട് പോയാൽ എൻ്റെ ഈമാന് കുറയണത് പോലെ എനിക്ക് തോന്നുകയാണ്. എൻ്റെ ഈമാന് ദുർബലമാകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പേടി, പടച്ചോനെ ഞാനും മുനാഫിക്കാകോ? റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് പോയി പരാതി പറഞ്ഞിട്ട്, റസൂൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് കൂടും കുറയും ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷെ അതിനെ പിടിച്ചു നിർത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. ഈമാനിനെ പിടിച്ചു നിർത്താനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് ദിക്റുള്ള വർദ്ധിപ്പിക്കുക, അദ്കാറുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക, ധാരാളം ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എങ്ങനെ ഈ വർദ്ധിപ്പിക്കൽ? ഹദീസിലും ഖുർആനിലും പരാമർശിച്ചിട്ടുള്ള ദിക്റുകൾ റസൂലുള്ള പഠിപ്പിച്ചു തന്ന ശൈലിയിൽ നമ്മൾ സ്വീകരിച്ചു പോകണം. ബിദ്അത്തായ ദിക്റുകളും ബിദ്അത്തായ രൂപത്തിലുള്ള ദിക്റിന്റെ ശൈലികളൊക്കെ നമ്മുടെ നാടുകളിൽ കാണാം.
ദിക്ർ ഹൽക്ക. നമ്മുടെ നാട്ടിലെ ബിദ്അത്തായി ഇന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ദിക്ർ ഹൽക്ക. ദിക്ർ ചൊല്ലാൻ വേണ്ടി ഒരു ഹൽക്ക ഉണ്ടാക്കുക. എന്നിട്ട് ആ ദിക്റിന് പോയി വട്ടത്തിൽ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലുക, ചാടിക്കളിക്കുക, സുബ്ഹാനല്ലാഹ് പറയുക, അൽഹംദുലില്ലാഹ് പറയുക. അതിന് പ്രത്യേകതരം ഭാവങ്ങളും രൂപങ്ങളും ഉണ്ടാക്കുക. ഹാ ഹൂ ഹയ്യുൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദിക്റുകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചൊല്ലിപ്പറഞ്ഞും പാടിയും പള്ളിൻ്റെ ഉള്ളിലൊക്കെ വട്ടത്തിൽ നിന്ന് ചാടുക വലിയ വലിയ മനുഷ്യന്മാര്. ഇതിന്റെ പേര് ദിക്ർ, അതിന്റെ പേര് ദിക്ർ മജ്ലിസ്. അങ്ങനെ ഒരു ശൈലി റസൂലോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. പിന്നെയോ ഖുർആനിലും ഹദീസിലും ഒക്കെ റസൂലുള്ള പഠിപ്പിച്ചു തന്ന, അള്ളാഹു പറഞ്ഞു തന്ന, സ്വഹാബത്തിന് ശീലമുള്ള, താബീങ്ങൾക്ക് ശീലമുള്ള ഒട്ടനവധി ദിക്റുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. രാവിലെ മുതൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെ ദിക്റുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും നിറക്കപ്പെട്ട സമൂഹമാണ് മുസ്ലിം സമൂഹം. ദിക്റും സ്വലാത്തും ഇഷ്ടത്തിന് വർദ്ധിപ്പിക്കാം. വെറുതെ ഇരിക്കുമ്പോൾ ദിക്ർ ചൊല്ലാം, അതിന് കണക്ക് വേണ്ട. ചില ആൾക്കാർ തസ്ബീഹ് മാല വെക്കും കയ്യിൽ, എന്നിട്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയും. തസ്ബീഹ് മാല റസൂലുള്ളാഹി അങ്ങനെ ഒരു മാല സ്വീകരിച്ചിട്ടില്ല ദിക്ർ ചൊല്ലാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനു വേണ്ടി ഒരു പ്രത്യേക മെഷീനുകൾ കണ്ടെത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് കൈകൾ കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് ചെല്ലേണ്ട സമയങ്ങളുണ്ട്. അതേ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പ്രത്യേകം എണ്ണം പറഞ്ഞു, സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറിനുമൊക്കെ അത് ആ രൂപത്തിൽ വിരൽ കൊണ്ട് എണ്ണാം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞ ഉടനെ 33 തവണ ചൊല്ലാൻ പറഞ്ഞ ദിക്റുകൾ അതിന് നമുക്ക് വിരൽ കൊണ്ട് എണ്ണാം. മറ്റു ദിക്റുകൾക്ക് പ്രത്യേകം എണ്ണം പിടിക്കേണ്ടതില്ല. അധികാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം, ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം. അതിനനുസരിച്ച് അള്ളാഹു നമ്മളിലേക്ക് അടുക്കുകയും റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് ബിദ്അത്തായ ദിക്റുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സുന്നത്തായ ശൈലിയിൽ നിന്ന് നമ്മളത് സ്വീകരിക്കും. നെല്ലും പതിരും വേർതിരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിന്റെ യഥാർത്ഥ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസുകളും ആയത്തുകളും ഒക്കെ, പക്ഷേ നമുക്കിതിനൊന്നും നേരല്ല. ഈ ദിക്റുകൾക്കൊന്നും നേരല്ല. ദുനിയാവിനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള പാച്ചിലാണ് ഉമ്മത്ത്. ദുനിയാവിനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ ആത്മാർത്ഥമായി ശ്രദ്ധിക്കണം, ആത്മാർത്ഥമായി സൂക്ഷിക്കണം. റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, വക്തിന് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നിടത്ത് വരെ പലപ്പോഴും നമുക്കൊക്കെ പാളിച്ചകളാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, വൽ ആദിയാതി ളബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ. ഒരു കുതിരയെ എങ്ങനെ ഉപമിച്ചു പടച്ചോൻ. പ്രഭാതത്തിൽ യജമാനനെ പുറത്തിരുത്തിയിട്ട് ശത്രു സൈന്യത്തിന്റെ ഇടയിലേക്ക് കുതിച്ചോടുന്ന ഒരു കുതിരയെ ഉപമിച്ചു. പുല്ലും വെള്ളവും മുതരയും കൊടുത്തതിന്റെ പേരിൽ ഒരു കുതിര ഓടുന്ന ഓട്ടത്തിന്റെ ആ കുതിര തന്റെ യജമാനന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അല്ലാഹു വിശദീകരിക്കാൻ, അതോടുമ്പോ പൊടിപടലങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് പോകുന്നത്. പ്രഭാതത്തിന്റെ നേരത്ത് കൊളുമ്പും കല്ലും തമ്മിൽ കൂട്ടിമുട്ടി തീപ്പൊരികൾ സൃഷ്ടിച്ചുകൊണ്ട് ഓടുന്ന ഒരു കുതിര തന്റെ യജമാനനോട് കാണിക്കുന്ന നന്ദിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്, നന്ദി കെട്ടവൻ തന്നെയാണ്. ലഖനൂദ് എന്നാ പറഞ്ഞത്, നന്ദി കെട്ടവൻ തന്നെയാണ്. സഹോദരങ്ങൾ, ആ നന്ദികേടിലേക്ക് നമ്മൾ എത്തിക്കൂടാ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ, അദ്കാറുകളുടെ കാര്യത്തിൽ, ജീവിതത്തിൽ അല്ലാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ, റബ്ബ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ദുനിയാവിനോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ആൾ ഈ ദിക്റും ദുആയും നിസ്കാരവും കാര്യമൊന്നുമില്ലാതെ, ഒരു ഖുർആനോത്തോ കാര്യമൊന്നുമില്ലാതെ വീട്ടിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നൊക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ വീട്ടിലിരുന്ന് ഖുർആൻ ഓതാൻ, പള്ളിയിലിരുന്ന് ഖുർആനുകൾ ഓതാൻ, യാത്ര ചെയ്യുമ്പോൾ ഖുർആൻ കേൾക്കാനും ഖുർആൻ ഓതാനും ഒക്കെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള സമയത്തും അതിലേക്കൊന്നും നമ്മളെ ശ്രദ്ധ പോണില്ല. റഹ്മാനായ റബ്ബ് നമ്മളോട് പറഞ്ഞത്, ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില, ക്ഷണികമായ ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, വയദറൂന വറാഅഹും യൗമൻ സഖീല, അവർക്ക് പിന്നിൽ വരാനിരിക്കുന്ന ഭാരമേറിയ ദിവസത്തെ മറന്നുകളഞ്ഞവരാണവർ.
പരലോകത്തെ മറന്നുകളഞ്ഞ, അള്ളാഹുവിനെ മറന്നുകളഞ്ഞ, റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ തള്ളിക്കളഞ്ഞ ആളുകളായി നമ്മൾ മാറരുത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സ്വത്തും നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ അകറ്റാതിരിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. നമ്മളെ സ്വത്തും സന്താനങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മളെ ദിക്റുകളിൽ നിന്നും ദുആകളിൽ നിന്നും അതേപോലെ തന്നെ ഇബാദത്തുകളിൽ നിന്നൊക്കെ നമ്മളെ അകറ്റുന്നത്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ആക്കരുത്. ധാരാളം പടച്ച റബ്ബിനെ ഓർത്ത് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ നന്ദിയുള്ള അടിമകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുന്ന ആളുകൾക്കുള്ള നേട്ടങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമൊക്കെ റഹ്മാനായ റബ്ബ് നമ്മളെ ബോധ്യപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് ഉണർത്തിയത്. ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞത്, പല ആളുകൾക്കും മനസ്സിൻ്റെ സ്വസ്ഥത ലഭിക്കാൻ വേണ്ടി പല ഹറാമുകളും പല ഷിർക്കിൻ്റെ വഴികളും സ്വീകരിക്കാറുണ്ട്. മനസ്സൊരു സുഖമല്ല. ചില ആളുകൾ, ഈ ലഹരിക്കടിമപ്പെടുന്ന ആളുകളൊക്കെ പലപ്പോഴും മനസ്സിൻ്റെ പ്രശ്നം തീരാൻ വേണ്ടി കള്ളുടിക്കുക, മനസ്സിൻ്റെ പ്രയാസം കുറച്ചു നേരമൊക്കെ അത് മനസ്സിൽ നിന്ന് പോകാൻ വേണ്ടി ടെൻഷൻ വന്നാൽ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ട്. ടെൻഷൻ കയറി അപ്പോൾ ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കുക. ഹറാമിലൂടെയല്ല യഥാർത്ഥത്തിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തേണ്ടത്. അതിലൂടെ ഒരു ആശ്വാസം കിട്ടൂല. കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കുമാണ് നമ്മൾ പോവുക. ശരീരത്തിന് രോഗമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും നശിക്കുകയാണ്. അവിടെ സമ്പത്തും ശരീരവും നശിക്കുക. ഈ പുക വലിക്കുന്ന ആളുകളൊന്ന് ആലോചിച്ച് നോക്കി, സിഗരറ്റ് വലിക്കുന്ന ആളുകൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി. എത്ര ഉറുപ്പ്യാണ് ഹറാമായി നമ്മൾ കത്തിച്ച് തീർക്കുന്ന സമ്പത്തിൻ്റെ കണക്കത്ര? അള്ളാഹിനോട് മറുപടി പറയണ്ടേ? നമ്മുടെ സമ്പത്തിനെ കുറിച്ച് സുഹൃത്തുക്കളെ റബ്ബിനോട് നമ്മൾ മറുപടി പറയണ്ടേ? പുകവലിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, ഒന്ന് നമ്മുടെ ശരീരത്തെയും നമ്മൾ നശിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യയുടെയും നമ്മുടെ മക്കളുടെയും ജീവിതവും നമ്മൾ തുലക്കുകയാണ്. മാറാ രോഗങ്ങളാണ് സമ്മാനമായി കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കി, കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി അത് നല്ല വലിക്കും, സിഗരറ്റെല്ലാം വലിക്കും. ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു. ഭയങ്കര സ്നേഹമാണ് ഭാര്യനോട്. ഭാര്യയ്ക്ക് ക്യാൻസർ വന്ന് തലക്ക് ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കാരണം, നിങ്ങളുടെ പുകവലി കാരണമാണെങ്കിലോ ആ പെണ്ണിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് മറുപടി പറയണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആകെ കൂടുതൽ പ്രശ്നമായി. അദ്ദേഹത്തിന് മാനസികമായി കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ പരിഹാരം എന്താ? അത് ഒഴിവാക്കലാണ്. അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള മാർഗം എന്താ? ഒഴിവാക്കലാണ്. ആലോചിച്ച് നോക്കി, പുക വലിക്കുന്ന ഒരാൾക്ക് ആത്മാർത്ഥമായിട്ട് മറ്റൊരാൾക്ക് കൈ കൊടുക്കാൻ പറ്റുമോ? സലാം പറഞ്ഞിട്ട് കയ്യൊന്ന് കൊടുക്കാൻ പറ്റുമോ? കൈ കൊടുത്താൽ മറ്റോൻ്റെ കൈ അതിൽ സ്മെല്ല് വരുമെന്നൊരു പേടിയില്ലേ? ഒരാളുടെ മുന്നിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് മറ്റൊരാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ സഹോദരങ്ങളെ, അടുത്ത് വന്ന് നിന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റുണ്ടോ? ഇല്ല. വാപ്പ എന്ന് പറഞ്ഞ് ഓടി വരുന്ന വീട്ടിലേക്ക് കയറുമ്പോ ഉപ്പ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുന്ന തൻ്റെ പൊന്നോമനയെ വാരിയെടുത്ത് ചുംബിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. അതിലൊക്കെ അപ്പുറം സഹോദരങ്ങളെ, നമ്മുടെ നാവ്, നമ്മുടെ വായ ഹറാമ് കൊണ്ട് നിറക്കപ്പെട്ടത്. അവിടെ ഒന്നും നമുക്ക് ആശ്വാസം കിട്ടൂല എന്നുള്ളത് ഉറപ്പാ. നമ്മുടെ മനസ്സിന് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. എവിടെയാണ് നമുക്ക് ആശ്വാസം? എവിടെയാണ് നമുക്ക് സമാധാനം?
ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ എന്താ വഴി? ഏലസ് കെട്ടും ചില ആൾക്കാർ. ജാറത്തിങ്ങ പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനു വേണ്ടി നമ്മുടെ സമ്പത്ത് തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്ന കഴുകക്കണ്ണുള്ള, നമ്മുടെ സമ്പത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് തട്ടിപ്പ് വീരന്മാരുണ്ട് നാട്ടിൽ. തകിടും ഏലസും മൈക്കല്ലും ഒക്കെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന, ഹറാമായ സമ്പാദ്യത്തിലൂടെ ജീവിതം തുലക്കുന്ന പണ്ഡിത വേഷധാരികളുണ്ട് നാട്ടിൽ. ഓന്റെ മുന്നിൽ ചെന്നിട്ട് നമ്മുടെ പ്രശ്നം തീരാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട പൈസ, എന്നിട്ട് 2 റുപ്യന്റെ നൂല് 2500-ന് ഊരിത്തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ബന്ധിപ്പിക്കുമ്പോ എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ തീരുമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ആ പ്രതീക്ഷ പാഴായി പോയതാണ്. ഇബ്ലീസിന്റെ വഴിയാണ് സ്വീകരിച്ചത്, ശൈത്വാനിന്റെ വഴിയാണത്. ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൂടാ. മറിച്ച് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാനുള്ള മാർഗം എന്താ? നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക്, മനസ്സിന്റെ അതേ പ്രയാസങ്ങൾക്ക് മാറിക്കിട്ടാൻ, അതിൽ നിന്ന് ആശ്വാസം ലഭിക്കാനുള്ള മാർഗം റബ്ബ് പറഞ്ഞത് നോക്കൂ. നിങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതും പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയതും, അലാ നിങ്ങൾ അറിയണം, അല്ലദീന ആമനു സത്യവിശ്വാസികളെ, തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, റബ്ബിനെ ധാരാളമായി ഓർക്കുന്നവരെ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബ് പറയാണ്, അലാ നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം, തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ കൽബിൽ അടങ്ങിക്കൂടിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം, സമാധാനമുള്ള കൽബായി നിങ്ങളുടെ കൽബ് മാറണമെങ്കിൽ നിങ്ങൾ അലാ ബിദിക്രില്ലാഹ്, അറിയണം, നിങ്ങൾ ദിക്റുള്ളയുടെ ആളുകളായി മാറണം. ധാരാളം ദിക്റുള്ള കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ അടഞ്ഞുകൂടിയ പ്രശ്നങ്ങൾക്കൊരാശ്വാസമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം നബിയെ, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, എന്നെ കുറിച്ച് എൻ്റെ അടിമ ചോദിച്ചാൽ അവരോട് പറയണം, ഞാൻ ഏറ്റവും അടുത്തു തന്നെ ഉണ്ടെന്ന് അവരോട് പറയണം. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ദുആ ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകാമെന്നാണ് റഹ്മാനായ റബ്ബ് നമ്മളോട് പറയുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ദുആയാണ്, പ്രാർത്ഥനയാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ സഹോദരങ്ങളെ. പ്രാർത്ഥനയും ദിക്റുകളുമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരത്തിന്റെ വഴിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, ജീവിതത്തെ തഖ്വയിൽ അധിഷ്ഠിതമാക്കുക. ഒറ്റയ്ക്കിരുന്ന് അള്ളാഹനെ ഓർത്ത് കരയാൻ, ദിക്റുകൾ വർദ്ധിപ്പിച്ച് ഖുർആൻ ഓതി പ്രാർത്ഥിച്ചു കൊണ്ടൊക്കെ കരയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസ് ഓർമ്മപ്പെടുത്തട്ടെ, ലാ യലിജുൻ നാറ റജുലുൻ, ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല, ഒരു മനുഷ്യൻ നരകത്തിലേക്ക് എത്തിപ്പെടുകയില്ല. ഹത്താ യഊദൽ ലബനു ഫി ദർഇ, പശുവിന്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് അതിന്റെ അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ. ഹദീസ് നോക്കൂ നിങ്ങൾ, അസംഭവ്യമായ ഒരു സംഭവമാണത്. പശുവിന്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാൽ അകിട്ടിലേക്ക് തിരിച്ചു പോകോ? ഇല്ല. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് റബ്ബ് പറയാ, കറന്നെടുത്ത പാൽ അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ ഒരു മനുഷ്യൻ നരകത്ത് പ്രവേശിക്കൂല. ആ മനുഷ്യന് നരകല്ലാൻ. എന്താ പ്രശ്നം? എന്താണ് വിഷയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബകാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹനെ ഓർത്തുകൊണ്ട് കരഞ്ഞ വ്യക്തി, അല്ലാഹനെ ഭയന്നുകൊണ്ട് കരഞ്ഞ വ്യക്തി, ആ വ്യക്തി നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഹദീസിൽ കാണാം, നരകത്തിന്റെ പുക അവരെ സ്പർശിക്കുകയില്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാം, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ കാണാം. അപ്പൊ ദിക്റുല്ലാഹ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ തന്നെ ഉണർത്തുന്ന, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു വെളിച്ചമുണ്ടാക്കുന്ന, നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാക്കി തരുന്ന, പരലോകത്ത് രക്ഷ നൽകുന്ന, ഇഹലോകത്ത് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ധാരാളം റബ്ബിനെ സ്തുതിക്കുന്ന ആളുകളായി നമ്മൾ മാറുക. റഹ്മാനായ റബ്ബ് അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രധാനമായ ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ ഒരു സഹോദരൻ, സുഹൃത്ത്, ഗുഡല്ലൂരിലെ ദീനീ പ്രബോധന രംഗത്ത് സജീവമായി മുന്നിൽ നിൽക്കുന്ന സഹോദരൻ, നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ ഓർമ്മപ്പെടുത്തിയാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. 2 കിഡ്നിയും നഷ്ടപ്പെട്ട് പോയ ഒരവസ്ഥ. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നാളെയാണ് നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫാഇനെ അദ്ദേഹത്തിന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ പിതാവാണ് അദ്ദേഹത്തിന് കിഡ്നി കൊടുക്കുന്നത്. 2 ആൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി 10 ലക്ഷം രൂപ നമ്മുടെ
മുന്നിൽ ആവശ്യമായി വന്നിട്ട് കുറച്ച് ദിവസമായി. 10 ലക്ഷം രൂപയിൽ നമ്മുടെ കയ്യിലേക്ക് നമ്മൾ കിട്ടിയത്, ഇത്രയും ഓടി നമ്മുടെ മുന്നിലേക്ക് കിട്ടിയ പൈസ ഒരു 6 ലക്ഷം രൂപയുടെ അടുത്താണ്. ഇനിയും 4 ലക്ഷത്തി ചില്ലാൻ റുപ്യ വേണം. നാളെയാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ. എന്നാലും ഡിസ്ചാർജായി പോരുന്ന സമയത്ത് അതിനു മുമ്പ് നമുക്ക് കുറച്ച് ക്യാഷ് അവിടെ കിട്ടണമല്ലോ. അപ്പം ഇൻഷാ അല്ലാ പണം ആയിട്ടില്ല എന്നതുകൊണ്ടാണ് ഇന്ന് മിമ്പറിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ എന്താണോ അതിലേക്ക് ചെയ്യാൻ പറ്റുക, ഇന്ന് വേണ്ട, അടുത്ത വെള്ളിയാഴ്ച കൊടുത്താൽ മതി. അടുത്ത വെള്ളിയാഴ്ച അതിലേക്കൊരു വിഹിതം ഇൻഷാ അല്ലാ കനപ്പെട്ട രൂപത്തിൽ തന്നെ അങ്ങനൊരു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചോ, അങ്ങനെ പേര് വെച്ച് നമ്മൾ ഒരു ഉള്ളിലുള്ള ആളുകൾക്ക് ഒരു മെസ്സേജ് അയച്ചു എന്നതല്ലാതെ ഒരു പരക്കെയുള്ള കളക്ഷനൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ നമ്മുടെ സഹോദരൻ എന്ന നിലക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളാൽ കഴിയുന്നൊരു വിഹിതം ഇൻഷാ അല്ലാ അതിലേക്ക് കൊടുക്കണം. ഇവിടെ അൻവർ മൗലവിനെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ നേരിട്ടും ഏൽപ്പിക്കാം. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, ഖുതുബ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നേരിട്ട് കാണാം, സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊണ്ട് അള്ളാഹു ദാനം ചെയ്യുന്ന, ധർമ്മം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഒരുപാട് സംവിധാനങ്ങൾക്ക് കൊടുക്കുന്നതാണ്. എല്ലാം കൊടുക്കുമ്പോൾ മനസ്സിൽ തൃപ്തിയോടുകൂടി അള്ളാൻ്റെ അടുക്കൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി നൽകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം ബാധിച്ച് കിടക്കുന്ന സഹോദരൻ്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടി കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പിതാവിനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കടം കൊണ്ട് വലയുന്ന ആളുകൾ, ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹലാലായ മാർഗ്ഗത്തിൽ അവരുടെ ഇടപാടുകൾ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. الله أكبر الله أكبر. أشهد أن لا